ഞാൻ സംസ്ഥാന വനിതാ ലീഗിൻ്റെ ദേശീയ സെക്രട്ടറിയാണ് ഇപ്പോൾ ഈ നിമിഷം. ഈ വനിതാ ലീഗ് എന്ന പോഷക സംഘടന ഇതര രാഷ്ട്രീയ മഹിളാ സംഘടനയെ പോലെ വർഷങ്ങളായി ഉണ്ടാക്കിയതല്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒക്കെ എല്ലാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. CPM-ന് എല്ലാവർക്കും. വനിതാ ലീഗ് എന്ന ഒരു പോഷക സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ശൂന്യതയിൽ നിന്നാണ് നമ്മൾ കെട്ടിപ്പടുത്തുയർത്തിയത്. ചുവപ്പ് പരവതാനി വിരിച്ച് അല്ലെങ്കിൽ പച്ചപ്പരവതാനി വിരിച്ച് ഒരു നേരത്തെ തയ്യാറാക്കിയ സിംഹാസനത്തിൽ കയറി ഇരുന്നവരാരുമല്ല വനിതാ ലീഗിൻ്റെ സ്ഥാപക നേതാക്കൾ. എന്നെ സംബന്ധിച്ചിടത്തോളം 1993 ഡിസംബറിലായിരുന്നു കോഴിക്കോട് നഗരത്തിൽ അന്ന് സിറ്റി എന്ന് പറയുന്ന സിറ്റി കമ്മിറ്റി, മുസ്ലിം ലീഗിൻ്റെ സിറ്റി കമ്മിറ്റിക്ക് രൂപം നൽകിയത്. യഥാർത്ഥത്തിൽ അന്ന് ആ കമ്മിറ്റിക്ക് രൂപം നൽകുമ്പോഴും ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ട് തന്നെയായിരുന്നു. ഒരു തമാശ രൂപേണ മുസ്ലിം ലീഗിലെ എൻ്റെ സഹപ്രവർത്തകർ അഭിഭാഷകരായിരുന്നവരോട് എപ്പോഴും അവരോട് പറയാറുണ്ടായിരുന്നു, എന്തേ മുസ്ലിം ലീഗിനൊരു മഹിളാ സംഘടന ഉണ്ടാക്കാത്തതെന്ന്. അവർക്ക് വെറുതെ അവരൊന്ന് കളിയാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവരൊക്കെ ചോദിച്ചു, നിങ്ങൾക്കതിനെ മുൻകൈ എടുത്തൂടെ എന്ന്. സത്യം ഞാൻ ഞെട്ടിപ്പോയി. യാതൊരു വിധത്തിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. അഭിഭാഷകയായി കോടതിയിൽ ജോലിയെടുക്കുകയായിരുന്നു. ഒരു കാലഘട്ടം എന്ന് പറയും 1985 എന്ന് പറയുന്നത് ഒഴുക്കിനെതിരെ നീന്തിയ ഒരു മുസ്ലിം സഹോദരിയാണ് ഈ വിനീതയായ ഞാൻ. തലശ്ശേരിയിൽ ജനിച്ചു. സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് എന്ന സ്കൂളിൽ വിദ്യാഭ്യസിച്ചു. അതിനുശേഷം മിക്സഡ് കോളേജിൽ അയക്കില്ലെന്ന് കുടുംബങ്ങൾ ശഠിച്ചപ്പോൾ കോഴിക്കോട് പ്രോവിഡൻസ് കോളേജിലേക്ക് കുടുംബം ഒന്നടങ്കം ചേക്കേറി. അന്ന് മുതൽ എൻ്റെ കർമ്മപദം കോഴിക്കോട് ജില്ല. ജന്മം കൊണ്ട് കണ്ണൂർ ജില്ലക്കാരിയാണെങ്കിലും കർമ്മം കൊണ്ട് കോഴിക്കോട് ജില്ലക്കാരിയാണ്. അന്ന് മുതൽ സെക്യുലറിസം മനസ്സിലാണ്. മുസ്ലിം സ്കൂളിൽ പഠിച്ചിട്ടില്ല, മുസ്ലിം കമ്മ്യൂണൽ ചിന്താഗതി വളർത്തിയിരുന്നില്ല. മൈനോറിറ്റി പൊളിറ്റിക്സിന് വേണ്ടി, ന്യൂനപക്ഷ പിന്നോക്ക സമുദായത്തിലെ സ്ത്രീകളെ ഒന്ന് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി, സ്ത്രീ സമൂഹത്തെ വിദ്യാഭ്യാസപരമായി, സാമൂഹ്യപരമായി, സാംസ്കാരികപരമായി അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു നിയത്തോടു കൂടിയായിരുന്നു അന്ന് വനിതാ ലീഗ് ഉണ്ടാക്കിയത്. മറിച്ച് കടന്നു വരുമ്പം തന്നെ പാർലമെന്റിലെ വ്യാമോഹത്തോടെ കടന്നു വന്നവരല്ല ഞങ്ങളാരും തന്നെ, വനിതാ ലീഗിലുള്ള ആരും തന്നെ. പക്ഷെ കാലം മാറി, ജനറേഷൻ മാറിയെന്ന് വിചാരിക്കാം. പക്ഷെ എത്ര ജനറേഷൻ മാറിയാലും വാല്യൂ സിസ്റ്റം, പ്രത്യേകിച്ച് കേരളം പോലെ സംസ്കാര സമ്പന്നമായ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലെങ്കിലും നമുക്ക് ധാർമ്മികത ഒന്നും പിടിച്ചു നിർത്തണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു ധനാഗമന മാർഗമായി ഞങ്ങൾ ആരും കരുതിയിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങളോടൊപ്പം വനിതാ ലീഗിൽ അന്നുണ്ടായിരുന്ന എല്ലാവരും തൊഴിലെടുക്കുന്നവരായിരുന്നു, കുടുംബം നോക്കുന്നവരായിരുന്നു, മക്കളെ വളർത്തുന്നവരായിരുന്നു, മാതാപിതാക്കളെ സേവിക്കുന്നവരായിരുന്നു, ഭർത്താക്കന്മാരെ നോക്കുന്നവരായിരുന്നു. അതോടൊപ്പം ഒരു സ്ത്രീ എന്ന രീതിയിൽ സ്ത്രീയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീയുടെ ഉന്നമനത്തിന് വേണ്ടി പൊതുരംഗത്തേക്ക് ഇറങ്ങിയവരാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഞങ്ങളോടൊപ്പം ഉണ്ടായ പലരും ഇന്ന് മാറി നിൽക്കുന്നു. പ്രായാധിക്യം കൊണ്ടും മരണപ്പെട്ടു പോയി കുറേ പേര്. എല്ലാവരും വളരെ പ്രഗത്ഭര, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അങ്ങനെ 90കളിൽ സിറ്റി വനിതാ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ച ഞാൻ നൂർബിന റഷീദ് ആയിട്ടല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. നൂർബിന റഷീദ് എന്ന വ്യക്തിക്ക് വേണ്ടിയുമല്ല സംസാരിക്കുന്നത്. നൂർബിന റഷീദ് എന്ന വ്യക്തിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുമല്ല സംസാരിക്കുന്നത്. ഞങ്ങൾ വനിതാ ലീഗ് കെട്ടിപ്പടുത്തുയർത്തിയ ആദർശങ്ങളും നിലപാടുകൾക്കും വേണ്ടിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. സമൂഹത്തിലെ ഒരുപാട് നല്ല മൂല്യങ്ങൾ മുറുക്കി പിടിച്ചിട്ടാണ് ഇത്രയും കാലം, 90 മുതൽ ഇന്ന് 2026 ഇപ്പം നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത്. അതിൽ 10 കൊല്ലം കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നൂർബിന റഷീദ് എന്ന കൗൺസിലർ എങ്ങനെയായിരുന്നു എന്ന് അവർക്ക് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു.
2 ടേം കഴിഞ്ഞപ്പോൾ മാറി നിന്നൊരു വ്യക്തിയാണ്. പാർട്ടി 3 ടേം കഴിഞ്ഞാൽ മാറണമെന്ന് തീരുമാനമെടുക്കുന്നതിനേക്കാളും എത്രയോ മുമ്പ് പാർട്ടിയിൽ എത്ര നല്ല നല്ല സ്ഥാനങ്ങളായാലും 2 ടേമിലെ ഒരാൾ വരാൻ പാടുള്ളൂ എന്ന് പാർട്ടിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇന്നല്ല ഒന്നും. വനിതാ ലീഗ് നടന്നു വന്ന നാൾവഴികൾ എന്ന് പറയുകയാണെങ്കിൽ 93-ലാണ് സിറ്റി കമ്മിറ്റി ഉണ്ടാക്കി, വളരെ നന്നായി പ്രവർത്തിച്ചു. കേരളത്തിലുടനീളം സ്വന്തം ഡ്രൈവ് ചെയ്ത് പോയിട്ടാണ് ഞങ്ങൾ വനിതാ ലീഗിനെ കെട്ടിപ്പടുത്തുയർത്തിയത്.